ലോകം കീഴടക്കാൻ പോവുകയാണ് ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന്. ഇത് ഒരു അതിശയോക്തി കലർന്ന കാര്യമല്ല, ശരിയാണ്. ശരിക്കും ഇന്ത്യയും റഷ്യയും കൂടി ചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ ഒരു വലിയ ആയുധശക്തിയായി, ഒരു പ്രതിരോധ ശക്തിയായി, സൈനിക ശക്തിയായൊക്കെ മാറുകയാണ്. ആയുധശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും നടത്തുന്ന ആയുധ പരീക്ഷണങ്ങൾ ഏതാണ്ട് ഒരേ സമയം ഒരുപോലെയുള്ള പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയും റഷ്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ അഗാധമായ സൈനിക ബന്ധവും ആയുധ വ്യാപാരത്തിലുള്ള ബന്ധവും ഉണ്ട്. ഇത് മാത്രമല്ല കാര്യം, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ലോകത്തുള്ള ഡിഫൻസ് എക്സ്പേർട്ടുകളും അതുപോലെയുള്ള ഈ നയതന്ത്ര മേഖലയെ നിരീക്ഷിക്കുന്നവരുമൊക്കെ തന്നെ പറയുന്നത്. കാരണം ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്നുകൊണ്ട് നിരവധി പദ്ധതികൾക്ക് തയ്യാറെടുക്കുന്നു. നിരവധി എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും പദ്ധതികളല്ല, ഏതാണ്ട് ഏറെക്കുറെ തങ്ങളുടെ പക്കലുള്ള മുന്തിയ ആയുധങ്ങളുടെ എല്ലാം പദ്ധതികളും ഇല്ലെങ്കിൽ പുതിയ നവീകരിച്ച പതിപ്പുകളും ഇറക്കുന്നത് ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ടാണ്. ഇത് മാത്രവുമല്ല, റഷ്യയുടെ കയ്യിലുള്ള പല ടെക്നോളജികളും ഇന്ത്യക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അത് സൈനിക കാര്യത്തിൽ മാത്രമല്ല, അല്ലാത്ത സൈനികേതര കാര്യങ്ങളിലും, അതായത് നമുക്ക് ഈ ആളുകളെ സഞ്ചരിക്കാനാകുന്ന വിമാനം, അതായത് സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന പാസഞ്ചർ വിമാനങ്ങളുടെ നിർമ്മാണത്തിനുള്ള ടെക്നോളജിയും ഇന്ത്യക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് റഷ്യ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അത് എന്ന് പറയുന്നത് ഇന്ത്യ അന്തർവാഹിനിയിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന K4 എന്ന് പറയുന്ന മിസൈൽ വികസിപ്പിച്ച് അതിൻ്റെ പരീക്ഷണം നടത്തി. അതായത് K4 എന്ന് പറയുന്ന മിസൈൽ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ആ മിസൈല് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ടൺ വരെയുള്ള ആണവ പേലോഡ് വഹിക്കാൻ കഴിയുന്നതാണ്. സമുദ്രത്തിനടിയിൽ നിന്ന്, അന്തർവാഹിനിയിൽ നിന്ന്, INS അരിഘട്ട് എന്ന് പറയുന്ന അന്തർവാഹിനിയിൽ നിന്ന് പരീക്ഷണം നടത്തി വിശാഖപട്ടണത്തായിരുന്നു പരീക്ഷണം വിജയവുമായിരുന്നു. അതിൻ്റെ പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മിസൈലാണ് K4 എന്ന് പറയുന്ന മിസൈൽ. ത്രിതല ആയുധ കരുത്ത് നേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സമുദ്രത്തിനടിയിൽ നിന്നുള്ള ഈ പറയുന്ന മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്ന. കരയിൽ നിന്ന്, കടലിൽ നിന്ന്, ആകാശത്ത് നിന്ന്, 3 ഭാഗത്തു നിന്നും ഇന്ത്യക്ക് ആയുധം, അതായത് ആണവായുധം തൊടുക്കാൻ കഴിയുന്ന കരുത്തുണ്ട്. ആ കരുത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കപ്പലിൽ നിന്ന് നമുക്ക് ആയുധം തൊടുക്കാൻ കഴിയും, സ്വാഭാവികമാണ്. പക്ഷേ കടലിനടിയിൽ നിന്ന്, സബ്മറൈനിൽ നിന്ന് ആയുധം തൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തിനുമുള്ള കരുത്തല്ല. അത് അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെയാണ് ഈ ടെക്നോളജികൾ. 5 രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെയാണെന്നാണ്, 5 രാജ്യങ്ങൾ വരെയുള്ളവർക്ക് ഈ ടെക്നോളജിയുള്ളൂ, ഈ കരുത്തുള്ളൂ. അവിടേക്കാണ് ഇന്ത്യ കടന്നു ചെന്നിരിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. അഥവാ ഒരു നമ്മുടെ ലോഞ്ച് പാഡിലേക്ക്, ആണവായുധ ലോഞ്ച് പാഡിലേക്ക് ഒരു ആക്രമണം നടത്തി ആ ലോഞ്ച് പാഡ് തകർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആണവായുധം പ്രയോഗിക്കാൻ കഴിയാതെ വരും എന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുന്നതാണ് ഈ ടെക്നോളജി. സമുദ്രത്തിനടിയിൽ നിന്ന് എവിടെയാണ് ഈ സബ്മറൈൻ ഉള്ളത് എന്നറിയാൻ കഴിയില്ല. സോണാർ വേവുകൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ അന്തർവാഹിനിയുടെ പൊസിഷൻ മനസ്സിലാക്കുന്നത്. എവിടെയെങ്കിലും നിശ്ചലമായിരിക്കുന്ന ഒരു അന്തർവാഹിനിയെ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കടലിനടിയിൽ എവിടെയെങ്കിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്തർവാഹിനിയിൽ നിന്ന് ഈ പറയുന്ന ആണവ മിസൈൽ തൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ ട്രെയിനിൽ നിന്ന് ആണവായുധം തൊടുക്കാൻ കഴിയുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത ഇടയ്ക്ക് കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ശേഷി കൈവരിച്ചിരുന്നു. പക്ഷേ അതും നമുക്ക് പരസ്യമായിട്ട് ഒരിക്കലും അറിയാൻ കഴിയില്ല. ഏത് ട്രെയിനിലെ ഏത് ബോഗി എവിടെ നിന്ന് ഉണ്ട് എന്നുള്ളതൊന്നും പരസ്യമായിട്ട് ആർക്കും അറിയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിനിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു ട്രെയിനിൽ നിന്നായിരിക്കാം, ചരക്ക് ട്രെയിനോ മറ്റേതെങ്കിലും. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു മൊബൈൽ മിസൈൽ യൂണിറ്റായിട്ട് ട്രെയിനുകളൊക്കെ പ്രവർത്തിക്കും. അത്തരത്തിൽ വലിയ കരുത്ത് ഇന്ത്യ നേടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ സംവിധാനം കൂടി, ഒരു ശേഷിയും കരുത്തും ഒക്കെ കൂടി ഇന്ത്യ നേടിയിരിക്കുന്നത്. ആ കരുത്ത് ഇങ്ങനെയാണ് സബ്മറൈനിൽ നിന്ന് നമുക്ക് ആണവായുധം പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് മറ്റൊരു കാര്യം എന്താണ്? ഇതേ സമയത്ത് തന്നെയാണ് റഷ്യ ആണവ അന്തർവാഹിനിയുടെ 5ാം തലമുറ അന്തർവാഹിനി ഉപരോധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് റഷ്യ നിർമ്മിക്കുന്നത്. ഇത് റഷ്യ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ആർക്ടോർ എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് പോലും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടോർപിഡോയും ക്രൂയിസ് മിസൈലും ഒക്കെ നേരത്തെ ഞെട്ടിച്ച്, ആണവശേഷിയുള്ള ടോർപിഡോയും ക്രൂയിസ് മിസൈലും ഒക്കെ നിർമ്മിച്ച് റഷ്യ വലിയ രീതിയിൽ ലോകത്തിന് ഞെട്ടലുണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെയാണ് പോസിഡോൺ എന്ന് പറയുന്ന ഒരു ആയുധവും റഷ്യ നിർമ്മിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ വമ്പൻ കരുത്തൻ ആയുധങ്ങളുടെ എല്ലാം ശേഷി റഷ്യയ്ക്കുണ്ടായിരിക്കുന്നു. ഏതാണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്
അമേരിക്ക ലോകത്ത് ഈ പറയുന്ന വ്യാപാര യുദ്ധം തുടങ്ങിയതിന് ശേഷം അമേരിക്കയുമായിട്ട് വിവിധ രാജ്യങ്ങളാകുന്നു. ഒരു രാജ്യമെന്നല്ല, ഒരുപാട് രാജ്യങ്ങളാകുന്നു. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ വെവ്വേറെ ചേരികൾ രൂപീകരിക്കുകയാണ്. വെവ്വേറെ ചേരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല രാജ്യങ്ങളായിട്ട്, ഇപ്പോൾ ബ്രിക്സ് ഉദാഹരണം എടുത്താൽ, ഇല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന് പോലും അമേരിക്കയോട് അതിർത്തി ഉണ്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം സ്വതന്ത്രമായി നിൽക്കാനും, ഇല്ലെങ്കിൽ അമേരിക്കയോട് ഡിപ്പെൻഡൻസി കുറയ്ക്കാനും, അമേരിക്കയുമായിട്ട് അടുക്കാതിരിക്കാനും, അമേരിക്കയുടെ ആണവ വിലയിൽ അവരുടെ ആയുധ വ്യാപാരത്തിൽ അധികം താല്പര്യം പ്രകടിപ്പിക്കാതെയൊക്കെയാണ് ഇരിക്കുന്നത്. കാരണം ഈ പറയുന്ന F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങണം, നാറ്റോ രാജ്യങ്ങൾ വാങ്ങണമെന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയെയൊക്കെ നാറ്റോ രാജ്യങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നവർ പറയുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആയുധങ്ങളുടെ വൻ കുതിച്ചുചാട്ടങ്ങളാണ്. ആയുധ വ്യാപാരത്തിലായാലും ആയുധ നിർമ്മാണത്തിലായാലും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ആകാശ് പരീക്ഷിച്ചതും ഒക്കെ പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോൾ റഷ്യ നിരന്തരമായിട്ട് ഈ പറയുന്ന അമേരിക്കയുമായിട്ട് ലോകത്തുണ്ടായിരിക്കുന്ന പുതിയ സംഭവവികാസങ്ങൾക്ക് പിന്നാലെ റഷ്യ ഈ ആയുധങ്ങളുടെ കരുത്ത്, നമ്മൾ ആയുധങ്ങളുടെ കരുത്ത് കൂട്ടുന്ന പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ പശ്ചാത്തലത്തിലാണെങ്കിൽ കൂടി റഷ്യ നിരന്തരമായിട്ട് ഈ സമയത്ത് അമേരിക്കയുമായിട്ടൊരു ഫ്രിക്ഷൻ ഉണ്ടായി. യുക്രൈൻ വാറിനൊക്കെ ശേഷം അമേരിക്കയായിട്ട് ട്രംപുമായിട്ടും ഒക്കെ ചെറിയ ഉരസലുകളൊക്കെ ഉണ്ടായതിന് ശേഷം റഷ്യ വൻതോതിൽ ആണവായുധ പരീക്ഷണം, ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ ഇല്ലെങ്കിൽ അത്തരം വെഹിക്കിളുകളുടെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു നിരന്തരമായിട്ട്. എന്നാൽ ഇന്ത്യയും അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ആയുധങ്ങളുടെ പരീക്ഷണം നടത്തുന്നു. ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് ഇവ പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 5ാം തലമുറ അന്തർവാഹിനി പരീക്ഷിക്കുന്ന, ഇല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന റഷ്യയ്ക്ക് മറ്റൊരുപാട് ഈ അന്തർവാഹിനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിയുമെന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഈ സോണാർ സംവിധാനത്തിൽ അതിൽ പെടില്ല. അതിൻ്റെ ഒരു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഈ പറയുന്ന അന്തർവാഹിനിക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. കുറഞ്ഞ ആൾബലം മതി, പരമാവധി ഇതിൻ്റെ നിയന്ത്രണമൊക്കെ ഭയങ്കര ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ക്രൂയിസ് മിസൈൽ, വെർട്ടിക്കൽ ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന മിസൈലുകളൊക്കെ, ഹൈബ്രിഡ് മിസൈലുകളൊക്കെ വെർട്ടിക്കലി ലോഞ്ച് ചെയ്യാൻ കഴിയും. ഹൈബ്രിഡ് വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനമൊക്കെ ഇതിനകത്തുണ്ട്. നെറ്റ്വർക്ക് യുദ്ധ സംവിധാനവുമായിട്ട് ഇത് ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട്. സ്വയം നിയന്ത്രിതമായിട്ടുള്ള അണ്ടർ വാട്ടർ വെഹിക്കിളുകൾ, അതായത് ഡ്രോണിന് സമാനം. ഡ്രോൺ എങ്ങനെയാണ് ആകാശത്ത് സഞ്ചരിക്കുക, അതുപോലെ ആളില്ല അണ്ടർ വാട്ടർ വെഹിക്കിളുകൾ, അതായത് അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിളുകൾ ഉപയോഗിക്കാനായിട്ട് ഈ പറയുന്ന അന്തർവാഹിനിക്കുണ്ട് എന്നുള്ളതാണ്. അത് വെച്ച് ഉപയോഗിക്കാൻ കഴിയും. ഇലക്ട്രോണിക് വാർഫെയറും നടത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള കരുത്തൻ ആധുനിക യുദ്ധ സംവിധാനമാണ് റഷ്യ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് അമേരിക്കയുടെ കൊളംബിയ ക്ലാസ് അന്തർവാഹിനികൾക്ക് ബദലായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത് ആംസ് റേസിൻ്റെ ഭാഗമായിട്ട്, ഇല്ലെങ്കിൽ വൻതോതിൽ ആയുധം ഉൽപ്പാദിപ്പിച്ചുള്ള യുദ്ധത്തിൻ്റെ അതിന് പോർവിളിക്ക് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് ലോകരാജ്യങ്ങൾ, ഇല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും ഒക്കെ നിന്നിരുന്നെങ്കിൽ ഇന്ന് റഷ്യ ഏതാണ്ട് ആ ഒരു രീതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി ആണവ ശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നു, അത് പരീക്ഷിക്കുന്നു, എല്ലാം ചെയ്ത് ഇന്ത്യയും ചെയ്യുന്നു. ചൈന അധികം ചെയ്യുന്നതായിട്ട് കേൾക്കാനുമില്ല. എന്നാലും ചൈനയുടെ കയ്യിലുണ്ട്, ചൈന പല ആയുധങ്ങൾ വികസിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും റഷ്യയും ചൈനയും കൂടി എന്തോ വലിയ പ്ലാനിങ്ങിലാണ്, ഇല്ലെങ്കിൽ ഒരു വലിയ കരുത്ത് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എന്ന് പറയപ്പെടുന്നു. പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു, മോദിയും പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, വലിയ സൗഹൃദം പങ്കിടുന്നു. അങ്ങനെയാണ് ഒരു പോക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അമേരിക്കയുടെ ഒരു പഴയ പദ്ധതിയുണ്ട്, പഴയതൊന്നും പറയാൻ കഴിയില്ല, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാണ് പിവോട്ട് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. ഏഷ്യയ്ക്ക് മേലെ ആധിപത്യം, ഇല്ലെങ്കിൽ ഏഷ്യയിൽ ഒരു വലിയ സാന്നിധ്യമായി കരുത്തായിട്ട് അമേരിക്ക മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുതിയ പതിപ്പുകളും, ഈ പറയുന്ന പിവോട്ട് ഓഫ് ഏഷ്യയുടെ പുതിയ പതിപ്പുകളും ഒക്കെ തന്നെ അമേരിക്ക നയതന്ത്രത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മേഖലയിൽ സ്വാധീനം ചെലുത്തുക, അവിടെ പിടിമുറുക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും സംഘർഷഭരിതമായി നിൽക്കുന്ന മറ്റൊരു പ്രദേശമാണ് ഈസ്റ്റ് ഏഷ്യ എന്നുള്ളതാണ്. വടക്കൻ ചൈന കടലും ദക്ഷിണ ചൈന കടലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതയിലൊക്കെയാണ് നിൽക്കുന്നത്. തായ്വാൻ്റെ പ്രശ്നങ്ങൾ അറിയാം, അതുപോലെ തന്നെ വിയറ്റ്നാമിനും ഇന്തോനേഷ്യയ്ക്കും അടക്കം ഭീഷണിയുമായിട്ട് ചൈന വരുന്നതുമൊക്കെ അറിയാം. അപ്പോൾ അവിടെ ജപ്പാനുമായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അമേരിക്കയുടെ ഇടപെടൽ വളരെ കാലമായിട്ട് ഉള്ളതുമാണ്. അപ്പോൾ ഈ മേഖലയിലെ വലിയ കരുത്തായിട്ട് ഇന്ത്യയും റഷ്യയും ഏതാണ്ട് മാറുകയാണ്. ഒരു ഭാഗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ മുകൾ ഭാഗം മുഴുവൻ ഇന്ത്യയുടെ കൺട്രോളിലും, ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രം മുതൽ ഈ പസഫിക് ഓഷൻ വരെ കിടക്കുന്ന
റീജിയനിൽ ഇന്ത്യ വലിയ കരുത്തായിട്ട് മാറുന്നത് അമേരിക്കയ്ക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. അവിടെയാണ് പുതിയ ആയുധങ്ങൾ ഏതാണ്ട് ഒരേ സമയം റഷ്യയും ഇന്ത്യയും പരീക്ഷിക്കുന്നത്. വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന റഷ്യയുടെ കിഴക്കൻ മേഖലയിലെ വലിയ നഗരത്തിൽ വലിയ തോതിൽ, സാധാരണ മോസ്കോയിലൊക്കെ ഉള്ളതിനെ പോലെ ഇല്ലെങ്കിൽ അവരുടെ തലസ്ഥാന മേഖലയിലും ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ഭാഗത്തുമൊക്കെ ഉള്ളതുപോലെ തന്നെ വലിയ സൈനിക സന്നാഹങ്ങൾ ഇവിടെയും വിന്യസിക്കുകയും അവിടുത്തെ പോർട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും അവിടെ വൻതോതിലുള്ള യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണ് റഷ്യ എന്നുള്ളതാണ്. അത് ദീർഘകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ആർട്ടിക് മേഖലയിൽ, അതായത് ഉത്തരഭാഗത്ത്, റഷ്യയുടെ മുകൾ ഭാഗം, ഉത്തരഭാഗം എന്ന് പറയാവുന്ന മേഖലയിൽ സാധാരണഗതിയിൽ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തോടു കൂടി ഇപ്പോൾ റഷ്യ കപ്പൽ സർവീസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഐസ് ബ്രേക്കർ ഷിപ്പുകളൊക്കെ ഉപയോഗിച്ചാണ്. പോരാത്തതിന് റഷ്യയ്ക്ക് ആ മേഖലയിൽ തന്നെ ഐസ് ബ്രേക്കർ ആർമി ഷിപ്പുകൾ അടക്കമുള്ളവ വാർഫെയറിന് ഉപയോഗിക്കാൻ കഴിയുന്നവ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ മേഖലയിലും വലിയ കരുത്തായിട്ടുണ്ട്. ആർട്ടിക് മേഖലയിലുള്ള യുദ്ധ പരിചയത്തിനായിട്ട് ഇന്ത്യയും റഷ്യയുമായിട്ട് പല സഹകരണങ്ങളും ഉള്ളതുമാണ്. അപ്പോൾ ഇന്ത്യക്ക് റഷ്യയുമായിട്ട് ഇത്തരത്തിൽ പല എക്സ്ക്ലൂസീവ്ലി വേറൊരു രാജ്യവുമായിട്ടും ഇല്ലാത്തത്ര തോതിൽ, അതായത് ചൈനയുമായിട്ടോ അമേരിക്കയുമായിട്ടോ മറ്റൊരു രാജ്യവുമായിട്ടോ ഒരു പങ്കാളിത്തവും ഇത്തരത്തിൽ ഇന്ത്യക്കില്ല. സാധാരണ ഇസ്രായേലുമായിട്ട് അമേരിക്കയായിട്ടൊക്കെ സൈനിക പങ്കാളിത്തം ഉണ്ടെങ്കിലും, ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയുമായിട്ട് ക്വാഡുമായിട്ടൊക്കെ ചേർന്നൊക്കെ സൈനിക അഭ്യാസങ്ങളൊക്കെ നടത്തിയാലും ശരി തന്നെ ഇത്രത്തോളം അഭേദ്യമായിട്ടുള്ള, ഒരിക്കലും ഭേദിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ട്. അതിൻ്റെ ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരേ സമയം വൻ ആണവ ശക്തിയായിട്ട് ഇരു രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന, ആണവായുധം പ്രയോഗിക്കാൻ കഴിയുന്ന കരുത്തായിട്ട് ഇന്ത്യയും റഷ്യയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പിടിമുറുക്കാനായിട്ട് ഇവർ രണ്ടുപേർ മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ രണ്ട് വലിയ രാജ്യങ്ങൾ, പോപ്പുലേഷനിലേക്ക് ഒന്നാമത് ആണെങ്കിൽ മറ്റൊന്ന് വിസ്തൃതിയുടെ കാര്യത്തിൽ ഒന്നാമത്. അപ്പോൾ ഇരു രാജ്യങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ ടെക്നോളജിയും രണ്ടുപേർക്കും ഉണ്ട്, വലിയ മിസൈൽ കരുത്ത് ഇന്ത്യക്കുണ്ട്, അതുപോലെ തന്നെ ആയുധങ്ങളുടെയും ടെക്നോളജിയുടെയും കരുത്ത് റഷ്യയ്ക്കുണ്ട്. അപ്പോൾ ഇവർ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ശക്തി, വലിയ കരുത്ത്, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള കരുത്തിലേക്ക് ഈ രാജ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ലോകം അത്ഭുതത്തോടു കൂടിയും ഞെട്ടലോടുകൂടിയും നോക്കുന്നത്. അതിൽ ഒരു ഭാഗത്ത് അമേരിക്കയാണ് ആ ഞെട്ടൽ ഉളവാക്കുന്ന രാജ്യമെങ്കിൽ മറ്റൊന്ന് ചൈനയാണ് എന്നുള്ളതാണ്. റഷ്യയ്ക്ക് ചൈനയുമായിട്ട്, അല്ലെങ്കിൽ ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കാളേറെ ദൃഢവും ആഴത്തിനുമുള്ള ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ടായതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്രയേറെ മുന്നേറ്റം ഉണ്ടാകുന്നത്. അത് ലോകം ഭരിക്കാൻ പോകുന്ന രാജ്യമായിട്ട് ഇനി റഷ്യയും ഇന്ത്യയും മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ചാനൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്, നിങ്ങൾ ഉൾപ്പെടെ. മറ്റ് മാധ്യമങ്ങൾ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ നിങ്ങളോട് പറയുന്നുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, വലിയ സന്തോഷമാണ്. പക്ഷേ ഒരു സഹായം നിങ്ങളിൽ നിന്ന് വേണം. സഹായം എന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തണം. അത് ചാനലും തുറന്നാൽ മതി. ഇപ്പുറത്ത് നമ്മുടെ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഉണ്ട്. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനൽ തുറന്നു വരും. അതിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തുക. തൊട്ടുപുറത്ത് ഒരു ബെല്ല്, ഒരു മണിയുടെ ചിത്രം കൂടി, അവിടെ കൂടി ഒന്ന് വിരൽ അമർത്തുക. സഹായിക്കുക. ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സൗജന്യമാണ്. ഒറ്റ മിനിറ്റ് മതി.